ഈ ക്വസ്റ്റ്യൻ നോക്കാം. എ ഡൈ ഈസ് ത്രോൺ, ഡിസ്ക്രൈബ് ദ ഫോളോയിങ് ഇവൻറ്റ്സ്. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കിത് ചെയ്യാം. ഇത് വളരെ സിമ്പിളായുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവൻറ്റ്സ് എല്ലാം നമുക്ക് സെറ്റായിട്ട് എഴുതാനാണ് ക്വസ്റ്റ്യൻ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ഡൈ ഇടാണ്. ഒരു ഡൈസ് ഇട്ട് കഴിഞ്ഞാൽ സാമ്പിൾ സ്പേസ് ഏതാണെന്ന് ഓർമ്മയുണ്ടല്ലോ. ഡൈസ് ഓർമ്മയുണ്ടല്ലോ. 1 2 3 4 5 6. സെറ്റ് ഓഫ് ഓൾ പോസിബിൾ ഔട്ട്കംസ്. വീഴാൻ സാധ്യതയുള്ള എല്ലാ കേസുകളും ഇതേപോലെ സെറ്റായിട്ട് എഴുതാം. ഇതാണ് സാമ്പിൾ സ്പേസ്. ഇവൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു സബ്സെറ്റ് ആയിരിക്കും, ഇതിൻ്റെ ഒരു പാർട്ടായിരിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. എയും ബിയും സിയും എല്ലാം നമുക്ക് എഴുതി വെക്കാം അല്ലേ. നമുക്കിവിടെ എന്നിട്ട് എ യൂണിയൻ ബി, എ ഇൻ്റർസെക്ഷൻ ബി ഒക്കെ കാണാൻ പറയുന്നുണ്ട്. നമ്മളെല്ലാം എഴുതി വെക്കുകയാണ്. എ എന്ന് പറഞ്ഞാൽ എ നമ്പർ ലെസ് ദാൻ 7 ആണ്. എഴുതുമ്പോൾ ഇതിൻ്റെ ഒരു പാർട്ടാവാൻ പാടുള്ളൂ. ഒരു ഡൈസ് ഇട്ട് കഴിഞ്ഞാൽ 7നേക്കാളും കുറവ് കിട്ടുന്ന നമ്പർ ഏതൊക്കെയാണ്? ഈ തന്നിരിക്കുന്ന എല്ലാ നമ്പറും സാമ്പിൾ സ്പേസിനകത്തുള്ള എല്ലാ എലമെൻസും 7നേക്കാളും കുറവ് തന്നെയാണ്. അപ്പോൾ എ എന്ന് പറഞ്ഞ ഇവൻ്റ് 1 2 3 4 5 6 7നേക്കാളും കുറവായിട്ടുള്ള നമ്പർ ടേക്കൺ ഫ്രം എസ്. 7നേക്കാളും കുറവായിട്ടുള്ള എലമെൻറ്റ്സ് ടേക്കൺ ഫ്രം എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എസ്സിനകത്തുള്ള എല്ലാ ആൾക്കാരും 7നേക്കാളും കുറവാണ്. അപ്പോൾ എല്ലാവരും വരും. വളരെ എളുപ്പമാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്കെല്ലാം എഴുതി വെച്ചേക്കാം അല്ലേ. എന്നിട്ട് നമുക്ക് ഈ പ്രോബ്ലം ആൻസർ ചെയ്യണം. ബി എന്ന് പറഞ്ഞാൽ നമ്പർ ഗ്രേറ്റർ ദാൻ 7. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പിൾ സ്പേസിനകത്തുള്ള എലമെൻറ്റുകൾ നോക്കാം. 7നേക്കാളും കൂടുതലാവുന്ന നമ്പർ ഇതിനകത്ത് ഏതാ? ഈ സാമ്പിൾ സ്പേസിനകത്തുള്ള എലമെൻറ്റ്സ് നോക്കുക. 7നേക്കാളും കൂടുതലായിട്ടുള്ള നമ്പർ ഇതിനകത്ത് ഏതാണുള്ളത്? ഒന്നുമില്ല. അപ്പോൾ ബി ഒരു നൾ സെറ്റാണെന്ന് പറയാം. ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ 5 എന്ന് എഴുതാം. 5. തേർഡ് ക്വസ്റ്റ്യൻ സി എഴുതണം നമുക്ക്. സി മൾട്ടിപ്പിൾ ഓഫ് 3. ഒരു ഡൈസ് ഇട്ട് കഴിഞ്ഞാൽ ഇതിനകത്ത് ഏതൊക്കെയാണ് 3യുടെ മൾട്ടിപ്പിൾസ്? എഴുതുമ്പോൾ സാമ്പിൾ സ്പേസിൽ നിന്ന് എഴുതാൻ പാടുള്ളൂ, ഇതിന് പുറത്തുള്ള എലമെൻ്റ് എഴുതരുത്. അപ്പോൾ സി എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഓഫ് 3 ആണ്. ഇതിനകത്ത് ഏതൊക്കെയാണ് 3യുടെ മൾട്ടിപ്പിൾസ്? 3ഉം 6ഉം. അപ്പോൾ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3ഉം 6ഉം ആണ്. ഇനി നമുക്ക് ഡി ഇ എഫ് ഇതെല്ലാം എഴുതണം അല്ലേ. എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ തേർഡ് വൺ ക്ലിയർ ആയി. ഇനി ഫോർത്ത് വൺ എഴുതാൻ പോവാണ്. ഫോർത്ത് വൺ എന്താണ്? ഡി ആണല്ലേ. നമ്പർ ലെസ് ദാൻ 4. ഈ സാമ്പിൾ സ്പേസിൽ 4നേക്കാളും കുറവുള്ള നമ്പറുകൾ ഏതൊക്കെയാണ്? ലെസ് ദാൻ 4 അല്ലേ. 1 2 3. അപ്പോൾ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 2 3 ആണ്. അടുത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? എൻ ഈവൻ നമ്പർ ഗ്രേറ്റർ ദാൻ 4. ഇ അല്ലത്. എൻ ഈവൻ നമ്പർ, ശ്രദ്ധിക്കണം, ഈവൻ നമ്പർ ഗ്രേറ്റർ ദാൻ 4. ഈവൻ നമ്പർ ആയിരിക്കണം, 4നേക്കാളും കൂടുതലാവുകയും വേണം. സാമ്പിൾ സ്പേസിൽ 4നേക്കാളും കൂടുതലായിട്ടുള്ള ഈവൻ നമ്പർ 6 ആണ്. അപ്പോൾ ഇ ഈക്വൽ ടു 6. ലാസ്റ്റ് വൺ എഫ് എ നമ്പർ നോട്ട് ലെസ് ദാൻ 3. എ നമ്പർ എഫ് അല്ലേ. എ നമ്പർ നോട്ട് ലെസ് ദാൻ 3. ഒരു നമ്പർ വേണം, അത് 3നേക്കാളും കുറവാകാൻ പാടില്ല. ഐ നീഡ് എ നമ്പർ വിച്ച് ഇസ് നോട്ട് ലെസ് ദാൻ 3. 3നേക്കാളും കുറവാകാൻ പാടില്ല എന്ന് പറയുമ്പോൾ 1ഉം 2ഉം വരരുത്, ബാക്കിയുള്ള ഏത് നമ്പർ വേണമെങ്കിലും ആവാം. എ നമ്പർ നോട്ട് ലെസ് ദാൻ 3. 3നേക്കാളും കുറവ് വരാത്ത നമ്പറുകൾ. 3നേക്കാളും കുറവ് വരാത്ത നമ്പർ 3 4 5 6 ആണ്. സാമ്പിൾ സ്പേസിലുള്ള 3 4 5 6 എല്ലാം 3നേക്കാളും കുറവ് വരാത്ത നമ്പറുകളാണ്. അപ്പോൾ എല്ലാം എഴുതിയിട്ടുണ്ട്. എ ബി സി ഡി ഇ എഫ്. നമുക്കിതിനെ ബേസ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസുകൾ വന്നിട്ടുണ്ട്. എ യൂണിയൻ ബി. വെറുതെ യൂണിയൻ എടുത്ത് പോയാൽ മതി. സെറ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞ ചാപ്റ്റർ അല്ലേ സെറ്റ്. സാധാരണ സെറ്റിൽ എങ്ങനെയാണ് യൂണിയൻ എടുക്കുന്നത് അതേപോലെ 1 2 3 4 5 6 യൂണിയൻ നൾ സെറ്റ്. ഇത് യൂണിയൻ നൾ സെറ്റ് ചെയ്താൽ ഏ തന്നെ വരുള്ളൂ.
കാരണം നൾ സെറ്റിൽ ഒന്നുമില്ലല്ലോ. അപ്പോൾ എയുടെ എലമെൻറ്റ്സ് യൂണിയൻ നൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എ തന്നെ വരുള്ളൂ. 1 2 3 4 5 6 എ യൂണിയൻ ബി കിട്ടി. ഇനി നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്നത് എ ഇൻ്റർസെക്ഷൻ ബി ആണ്. എക്കും ബിക്കും കോമൺ ആയിട്ട് എന്തെങ്കിലും എലമെൻ്റ് ഉണ്ടോ? എക്കും ബിക്കും കോമൺ ആയിട്ട് ഒന്നുമില്ല നൾ സെറ്റ്. കാരണം ബിയിലോ ഒരു എലമെൻ്റ് പോലും ഇല്ലല്ലോ. അപ്പോൾ എക്കും ബിക്കും കോമൺ ആയിട്ട് ഒന്നുമില്ല, നൾ സെറ്റാണ്. ഇനി അടുത്തത് നമ്മളടുത്ത് ഡി മൈനസ് ഇ ആണ്. സെറ്റ് പഠിച്ചാൽ ആൻസർ ചെയ്യാൻ പറ്റും. ഡി മൈനസ് ഇ എന്ന് പറഞ്ഞാൽ ഡിയിലുണ്ടാവണം, ഇയിലുണ്ടാവാൻ പാടില്ല. അങ്ങനത്തെ എലമെൻറ്റ്സ് ഓർമ്മയുണ്ടല്ലോ. ഡി മൈനസ് ഇ എന്ന് പറഞ്ഞാൽ ഡിയിൽ ഉണ്ടാവണം, എന്നാൽ ഇയിൽ അത് വരാനും പാടില്ല. ഇവിടെ ഡിയും ഇയും എഴുതി വെച്ചിട്ടുണ്ട്. 1 എന്ന് പറഞ്ഞ എലമെൻറ്റ് ഡിയിലുണ്ട്, ഇയിലില്ല. അപ്പോൾ 1 കൺസിഡർ ചെയ്യാമല്ലോ. 2 എന്ന് പറഞ്ഞ എലമെൻറ്റ് ഡിയിലുണ്ട്, പക്ഷേ ഇയിലില്ല. അപ്പോൾ 2 കൺസിഡർ ചെയ്യാം. 3 എന്ന് പറഞ്ഞ എലമെൻറ്റോ ഡിയിലുണ്ട്, ഇയിലില്ല. അപ്പോൾ 3യും കൺസിഡർ ചെയ്യാം. സിമ്പിളല്ലേ? അപ്പോൾ ഡി മൈനസ് ഇ കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഇൻ്റർസെക്ഷൻ എഫ് ഡാഷ് കാണണം. ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ ഇ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, 6 അല്ലേ? ഇൻ്റർസെക്ഷൻ എഫ് ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 4 5 6 ഡാഷ്. ശരിയല്ലേ? 3 4 5 6 ഡാഷ് വരും. കോംപ്ലിമെൻറ്റ് പഠിച്ചിട്ടുണ്ടല്ലോ. കോംപ്ലിമെൻറ്റ് നമ്മളിവിടെ കോംപ്ലിമെൻറ്റ് കാണുമ്പോൾ എസ് യൂണിവേഴ്സ് സെറ്റായിട്ട് കൺസിഡർ ചെയ്തിട്ട് വേണം ചെയ്യാൻ. കാരണം ഇവിടെയുള്ള എല്ലാ സെറ്റുകളും എസിൻ്റെ സബ്സെറ്റായിട്ട് വരുള്ളൂ. അപ്പോൾ കോംപ്ലിമെൻറ്റ് ഡാഷ് കാണണമെങ്കിൽ എസ് യൂണിവേഴ്സ് സെറ്റായിട്ട് കരുതിയിട്ട് ചെയ്യണം. സെറ്റ് ഓർമ്മയുണ്ടല്ലോ അല്ലേ? അപ്പോൾ 6 ഇൻ്റർസെക്ഷൻ എന്താണെന്ന് പറയാമോ? 3 4 5 6 ഡാഷ്. 3 4 5 6 ഡാഷ് എന്ന് പറഞ്ഞാൽ എസ് സിന്ന് 3 4 5 6 ഡിലീറ്റ് ചെയ്താൽ ബാക്കി എന്ത് വരും? അതാണ് ഡാഷ്. 3 4 5 6 ഡാഷ് എന്ന് പറഞ്ഞാൽ എസ് ആണല്ലോ യൂണിവേഴ്സ് സെറ്റ്. 3 4 5 6 ഡാഷ് എന്ന് പറഞ്ഞാൽ എസ് സിന്ന് 3 4 5 6 ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എന്ത് കിട്ടും? 1ഉം 2ഉം കിട്ടും. ഇത് രണ്ടിന് കോമൺ ആയിട്ടൊന്നുമില്ല. സെറ്റ് 6 ഇൻ്റർസെക്ഷൻ 1 2 എന്തെങ്കിലും കോമൺ ഉണ്ടോ? നൾ സെറ്റാണ്, നൾ സെറ്റ്. അപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ. ഇനി എന്താണ് അടുത്തത്? അടുത്തത് എഫ് ഡാഷ്. അത് നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത കാര്യമാണ്. എഫ് ഡാഷ് ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത കാര്യം തന്നെയാണ്. ഒന്നുകൂടി വേണമെങ്കിൽ എഴുതാം. എഫ് ഡാഷ് അല്ല, എഫ് ഡാഷ് നമ്മൾ ചെയ്തിട്ടുണ്ടോ? എഫ് ഡാഷ് യെസ്. എഫ് ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് 3 4 5 6 ഡാഷ് നമ്മൾ നേരത്തെ ചെയ്തത്. 3 4 5 6 ഡാഷ് കുറച്ച് നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. എസ് സിന്ന് 3 4 5 6 ഡിലീറ്റ് ചെയ്താൽ ബാക്കി എന്ത് കിട്ടും? അതാണ് എഫ് ഡാഷ്. ക്ലിയർ ആയില്ലേ ക്വസ്റ്റ്യൻ?